ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാറോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ലിയോ, നമ്മൾ ആദ്യം നിങ്ങളുടെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണത്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ നോക്കും. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താ ഉണ്ടാവുക ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ അത് എൻഡിലാണ് നോക്കാൻ പോണത്. ഈ വീഡിയോ ഈ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു മെസ്സേജും മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ ലിയോ, ഇവിടെ 5 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി ആയിരിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ സമയത്ത്. ഈ പേഴ്സൻ്റെ എനർജിയാണ് ഏസ് ഓഫ് സ്വോർഡ്സ്. ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആണ് പറയണത്. എന്തോ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു ബ്രേക്ക് ത്രൂ ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് ഈ സമയത്ത്. ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു സഡൻ മെസ്സേജ് അയക്കും. ഈ 5 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ സൈഡിൽ എന്താണ്? അപ്പോൾ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. 4 ഓഫ് സ്വോർഡ്സ്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ഫൈറ്റ് ഉണ്ടായോണ്ടായിരിക്കും, ഇല്ലാച്ച ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായോണ്ടായിരിക്കും ഒരു സെപ്പറേഷൻ ഇവിടെ കാണുന്നത്. ഈ പേഴ്സൺ കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. മേ ബി ആ ശരി ഈ സമയത്ത് നിങ്ങളെ മെസ്സേജ് ചെയ്യും അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും വെയിറ്റ് ചെയ്ത ഈ പേഴ്സൺ. ഓറൽസ് അവർ എന്തോ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ആ സൊല്യൂഷൻ വരുന്നുണ്ട്. അവർ നിങ്ങളെ സഡൻലി മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട് ജൂലൈ മാസത്തിൽ. ഇവിടെ ടവറാണ് ഫസ്റ്റ് കാർഡ്. അപ്പോൾ ഇവിടെ ഒരു ഷോക്കിംഗ് റെവലേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓറൽസ് ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇതൊരു സഡൻ എൻഡിങ് ആണ്, ഓറൽസ് ഒരു ബ്രേക്കപ്പ് ആണ്. ഈ പേഴ്സൺ വാക്ക് അവേ ചെയ്തു നിങ്ങളുടെ ലൈഫിന്, ഈ റിലേഷൻഷിപ്പിന്. ഈ ടവർ എന്തുകൊണ്ടാണ് ഇവിടെ? സ്കോർപ്പിയോ എനർജി, പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, ഓറൽസ് നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഈ ഇൻഫർമേഷൻ കുറച്ചൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്തു ഈ പേഴ്സന്റെ അടുത്തുനിന്ന്. ഈ പേഴ്സന്റെ എനർജി 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 4 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ എന്തോ ഒരു കാര്യം പുറത്തു വന്നിരിക്കണു. ഒരു മേ ബി ഈ പേഴ്സന്റെ മുമ്പേ ഒരു ഡിവോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ല അവർ ഓൾറെഡി വേറെ ഏതോ പേഴ്സന്റെ കൂടെ ഇൻവോൾവ് ആയിരുന്നു ആൻഡ് അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഓറൽസ് നിങ്ങൾ രണ്ടാളുടെയും എന്തോ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി. എന്തായാലും ഇവിടെ ഒരു ഷോക്കിംഗ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റ് ആയി. കിങ് ഓഫ് വാൻഡ്സ്, ഇപ്പം നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. പക്ഷെ എവിടെയോ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയറക്ഷൻ ഈ ടവറിലേക്കാണ്, നിങ്ങൾ ആ ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കി, പക്ഷേ എവിടെയോ ഇപ്പോഴും ആ ബോണ്ട് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. നിങ്ങൾ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി മറക്കാൻ പറ്റിയില്ല. 10 ഓഫ് വാൻഡ്സ്, നിങ്ങൾ ഈ പേഴ്സണെ റിലീസ് ചെയ്യാനാണ് നോക്കുന്നത്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിൽ പോകാനാണ് നോക്കുന്നത്. 10 ഓഫ് വാൻഡ്സ് ആൻഡ് ഹെർമിറ്റ്, വർഗോ എനർജി. അപ്പോൾ അഗൈൻ ഈ സെപ്പറേഷൻ ഉണ്ടായാലും നിങ്ങൾ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. ലവേഴ്സ്, ഇവിടെ ഈ പേഴ്സന്റെ എനർജി ജെമിനായി എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ മേ ബി അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു ആൻഡ് അവർ ആ പേഴ്സന്റെ കൂടെ ആണ് ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ചൂസ് ചെയ്തത്. നിങ്ങളെ വിടാനാണ് അവർ ആ ഡിസിഷൻ അവരുടെ ആയിരുന്നു. ഈ ലവേഴ്സ് എന്താണ്? ഏസ് ഓഫ് വാൻഡ്സ്. അപ്പോൾ അവർക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു രണ്ടാൾക്കാരുടെ ഇടയ്ക്കാൻ. അവർ വേറെ ഒരു പേഴ്സണെയാണ് ചൂസ് ചെയ്തത്. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാഷൻ ഉണ്ട്. എവിടെയോ അവർ സജസ്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഇവിടെ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് അവരുടെ സജഷൻ. പക്ഷെ നിങ്ങൾ ഷുവർ അല്ല. നിങ്ങളൊരു
ടു മൈൻഡ്സിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മേ ബി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്, പക്ഷെ ഈ പേഴ്സൺ ഓഫർ ചെയ്യണത് ഒരു ഓപ്പൺ റിലേഷൻഷിപ്പാണ്. ടു ഓഫ് സ്വോർഡ്സ് ഇവിടെ എന്താണ്? അപ്പൊ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട് ലിയോ എനർജി ആദ്യം സ്ട്രെങ്ത്. അപ്പൊ ഈ ഡിസിഷൻ കുറെ ഡിഫിക്കൾട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പാഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്, ഒരു നോ ഇന്റർഫിയറൻസ്, ഒരു തേർഡ് പാർട്ടി ഇല്ലാത്ത റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കണത്. അപ്പോൾ കുറെ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ നോ പറയണത്. ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്യണത് നിങ്ങളാണ്. ഇപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഈ പേഴ്സന്റെ എനർജിയിലാണ്. അപ്പോൾ ഇതായിരിക്കും തേർഡ് പാർട്ടി മേ ബി. ക്വീൻ ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ഏസ് ഓഫ് പെന്റിക്കിൾസ്. ഈ ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്താണ്? ഡെവിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഒരു ഓഫർ ഉണ്ട്, പക്ഷെ ഇതൊരു ജെന്വിൻ ഓഫർ അല്ല. എന്ന് വെച്ചാൽ ഇത് ഡെവിലിന്റെ കൂടെ ആണ് വന്നിരിക്കണേ. അപ്പോൾ ഇത് ഒരു ഈ പേഴ്സൺ മേ ബി തൽക്കാലം നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ഓഫർ പ്രോമിസ് ചെയ്യും, പക്ഷെ ഇത് ഫുൾഫിൽ ചെയ്യില്ല. എന്നുവെച്ചാൽ ഇവരുടെ സൈഡിൽ ഡെവിലാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇന്റൻഷൻസ് ശരിയല്ല. ഇവരുടെ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ? ഫ്യൂച്ചർ ആക്ഷൻ 10 ഓഫ് സോർഡ്സ്. ഇവിടെ ഒരു ബിട്രിയൽ ആണ് ഞാൻ കാണുന്നത്. ഇവർ നിങ്ങളുടെ കൂടെ ശരിയായി ഓഫർ അവർ നിങ്ങൾക്ക് തരില്ല. ഒരു ബിട്രിയൽ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവര് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോമിസ് ചെയ്താലും അവർ ഓൾവേസ് ആ തേർഡ് പാർട്ടീനെ അവരുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ ഇവരെ ഫുള്ളി വിശ്വസിക്കരുത്. ഈ പേഴ്സൺ ട്രസ്റ്റ് വർതി അല്ല. ഇവിടെ ഔട്ട്കം എന്താണ്? 5 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ കുറെ ഡ്രാമ ഉള്ള സിറ്റുവേഷൻ ആണ്. ഈ പേഴ്സന്റെ കൂടെ കുറെ ഡ്രാമ ഉണ്ടാവും. നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഇൻവോൾവ് ആയ. അത് മാത്രല്ല അവരുടെ ഒരു പാർട്ട്ണർ ഉണ്ട്, അവരുടെ ഒരു വൈഫ് ഉണ്ട്, ഇല്ലച്ചാ ഏതോ ഒരു ഫീമെയിൽ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആ പേഴ്സൺ ആണ് അവരുടെ പാർട്ട്ണർ. ആൻഡ് ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കുറെ ഇന്റർഫിയർ ചെയ്യും, കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് ഫ്യൂച്ചറിലും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാൻ ആണ് ബെറ്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുറെ ഒരു ക്ലിയർ കട്ട് മെസ്സേജ് ആണ്, ഇതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അതാണ് ഒരു വാർണിംഗ് മാതിരി തരണത്. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തോ ഇല്ല എന്ന് പറയുക. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് വേണം ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പേഴ്സണൽ റീഡിംഗ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ച വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. എൻ്റെ കൂടെ പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.